സഹോദരന്മാരെ, എന്നാൽ ഇവർക്ക് മുസ്ലിങ്ങളെ മാത്രം പറഞ്ഞിട്ട് അവർ നിർത്തുന്നുമില്ല, അമുസ്ലിങ്ങളുടെ വിഷയത്തിലും ഇടപെടുന്നു. ജാറങ്ങളിലോ അമ്പലങ്ങളിലോ ചാത്തൻ സേവാ മഠങ്ങളിലോ ധ്യാന കേന്ദ്രങ്ങളിലോ യാതൊരു കറാമത്തും ദിവ്യത്വമില്ലെന്നും അവിടെയൊക്കെ ജനങ്ങളെ ശിർക്കിൽ പിടിച്ചു നിർത്താൻ പിശാച് കാണിക്കുന്ന വിക്രിയകൾ മാത്രമാണുള്ളതെന്നും ഞങ്ങൾ കാര്യകാരണ സഹിതം വിശദീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേറെ പറയുന്നു. അങ്ങനെ മറ്റു മതക്കാരുടെ ദേവാലയങ്ങളെയും അമ്പലങ്ങളെയും അതിനെയും കൂട്ടിപ്പറയുന്നുണ്ട്, മുസ്ലിമീങ്ങളുടെ മഖ്ബറകളോട് കൂട്ടിച്ചേർത്തുകൊണ്ട്. ഇവർക്ക് എന്താണ് ഉദ്ദേശം എന്ന് ഇവിടെയുള്ള എല്ലാ കക്ഷികളും ശരിക്കും ആലോചിക്കേണ്ടതുണ്ട്. ഇനി സഹോദരന്മാര്, നമ്മൾ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൈകൊണ്ടും നാവുകൊണ്ടും ഒരു ജനങ്ങൾക്കും ശല്യം ചെയ്യാത്തവർ, അതാണ് യഥാർത്ഥ മുസ്ലിം. എന്നാൽ മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിന്റെ ഈമാനിന്റെ വിശ്വാസത്തിന്റെ അടിത്തറ സ്നേഹമാണ്. ആരോടുള്ള സ്നേഹം? വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവിനോടുള്ള സ്നേഹം. നമുക്ക് കുടിക്കാൻ വെള്ളം തന്ന, ഭക്ഷിക്കാൻ ഭക്ഷണം തന്ന, ശ്വസിക്കാൻ ഓക്സിജൻ തന്ന, എല്ലാ അനുഗ്രഹവും തന്ന അല്ലാഹുവിനോടുള്ള സ്നേഹം, അതാണ് ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ അടിത്തറ. അതോടുകൂടി തന്നെ ആ അല്ലാഹു ഏറ്റവും സ്നേഹിച്ച അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം. വല്ലദീ നഫ്സി ബിയദിഹി ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസ് അജ്മഈൻ. സർവ്വജനങ്ങളെക്കാളും സ്വന്തം ശരീരത്തെക്കാളും എന്നെ സ്നേഹിക്കാത്ത കാലത്തോളം നിങ്ങൾ മുസ്ലിമല്ല, വല്ലാഹി സത്യം മുസ്ലിമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യം ചെയ്തുകൊണ്ട് പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം. ഒരു മനുഷ്യൻ പാരത്രിക ലോകത്തവന്റെ അവസ്ഥ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ. മനുഷ്യൻ ആരെ സ്നേഹിച്ചോ സ്നേഹിച്ചവന്റെ കൂടെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചവർ, അമ്പിയാക്കളെ സ്നേഹിച്ചവർ, ഔലിയാക്കളെയും ആലിമീങ്ങളെയും സജ്ജനങ്ങളെയും സ്നേഹിച്ചവർ അവരുടെ കൂടെയാണ്. സ്നേഹം എന്നത് ഒരു മനുഷ്യനും ഉണ്ടായാൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടതിനെ എല്ലാം സ്നേഹിക്കും. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കും. ഇന്നൽ ഈമാന ലയഇരിസു ഇലൽ മദീനതി കമാ തഇരിസുൽ ഹയ്യതു ഇലാ ജുഹ്രിഹാ. ഈമാൻ മദീനയിലേക്ക് മടങ്ങും, പാമ്പ് മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ മടങ്ങും. പാമ്പിന് എന്ത് പ്രശ്നമുണ്ടായാലും മാളത്തിലെത്തിയാൽ രക്ഷപ്പെടും എന്ന ചിന്തയാ. ഇതുപോലെ ഈമാനുള്ള മനസ്സ് എന്ത് പ്രശ്നങ്ങൾക്കും എന്റെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ കിടക്കുന്നുണ്ട്, ആദിം നബി മുഖേന എനിക്ക് രക്ഷ ലഭിക്കും എന്ന ചിന്തയാണ് ഈമാനുള്ള മനുഷ്യന്റെ മനസ്സിൽ. ബുഖാരി മുസ്ലിം തുടങ്ങിയ ഹദീസിന്റെ പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ, അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്ന ഹദീസുകളാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. ഇന്നൽ ഈമാന ലയഇരിസു ഇലൽ മദീന. മദീനയിലേക്ക് ഈമാൻ മടങ്ങും. എന്താണ് മദീനയുടെ പ്രത്യേകത? അവിടെ ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്നു എന്നതാണ്. ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള സ്ഥലം ഏതാണ്? മഹാനായ ഇമാം ഇബ്നുൽ ഹജ്ജ് റളിയല്ലാഹു അൻഹു കിതാബുൽ മദ്ഖൽ, മാലിക്കി മദ്ഹബിലെ വലിയ പണ്ഡിതനാണ് ഇമാം ഇബ്നുൽ ഹജ്ജ് തങ്ങൾ. മഹാനവറുകൾ രേഖപ്പെടുത്തിയത് കാണാം, ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. എല്ലാ ഇമാമിങ്ങളും പറയുന്നു, ലോകത്തുള്ള സ്ഥലങ്ങളിൽ വെച്ച്
ഏറ്റവും ബഹുമാനമുള്ള സ്ഥലം അലാ തറാ ഇലാ മാ വഖഅ മിനൽ ഇജ്മാഇ അലാ അന്ന അഫ്ളൽ ബിഖാഇ അൽ മൗദിഉ അല്ലദീ ളമ്മ അല്ലാഹുൽ അല്ലാഹുൽ കരീമത സ്വലവാത്തുല്ലാഹി അലൈഹി വസല്ലം വഖദ് തഖദ്ദമ അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം അഫ്ളലു മിനൽ കഅബതി വഗൈരിഹാ. ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള സ്ഥലം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം കിടക്കുന്ന സ്ഥലമാണ്. എല്ലാവർക്കും അറിയാം, കഅബ ശരീഫിനേക്കാൾ ഹജറുൽ അസ്വദിനേക്കാൾ എല്ലാറ്റിനേക്കാളും ബഹുമാനമുള്ള സൃഷ്ടി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് കഅബ നിൽക്കുന്ന സ്ഥലത്തേക്കാൾ ബഹുമാനം അല്ലാഹുവിന്റെ റസൂൽ കിടക്കുന്ന സ്ഥലത്തിനാണ്. ഒരു വസ്തുവിന്റെ ബഹുമാനം അനുസരിച്ചാണ് അത് കിടക്കുന്ന വസ്തുവിന് ബഹുമാനമുണ്ടാവുക. അല്ലേ? ഒരു കൊട്ടയിൽ ഉണക്കുമീനും വാങ്ങിപ്പോകുന്ന കൊട്ട, അതിന് അതിന്റെ ബഹുമാനമുണ്ട്. നേരെ മറിച്ച് സ്വർണവും വാങ്ങിക്കൊണ്ടുപോകുന്ന പാക്കറ്റ്, ആ പാക്കറ്റിന് ഉണക്കുമീൻ കൊണ്ടുപോകുന്ന കൊട്ട പോലെയല്ല. അല്ലേ? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളുടെ സാധാരണ ടെക്സ്റ്റ് ബുക്ക് ഇട്ട ഒരു ഉറ, അത് ടെക്സ്റ്റ് ബുക്ക് ഇട്ട ഒരു ബാഗാണ്. നേരെ മറിച്ച് പരിശുദ്ധ ഖുർആൻ മുസ്ഹഫ് ഇട്ട് വെച്ച ഉറ, മുസ്ഹഫ് തൊടാൻ വളു വേണം, മുസ്ഹഫ് നിൽക്കുന്ന ഉറ തൊടാനും വളു വേണം, എടുക്കാൻ വളു വേണം. എന്തുകൊണ്ട്? അതിൽ മുസ്ഹഫ് ഉണ്ട് എന്നതാണ്. കഅബ ശരീഫ് നിൽക്കുന്ന സ്ഥലത്തിന്റെ ബഹുമാനം കഅബ നിൽക്കുന്നു എന്നതാണ്. കഅബയേക്കാൾ ബഹുമാനമുള്ളതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ള കിടക്കുന്ന സ്ഥലമാണ് ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള സ്ഥലം എന്നതിൽ ലോകത്ത് ഒരു പണ്ഡിതനും തർക്കമില്ല. ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്ന് ഞാൻ പറയുകയല്ല. ഇബ്നുൽ ഹാജ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബുൽ മദ്ഖലിൽ പറയുകയാണ്, സഹോദരന്മാരെ, കൈറോവിൽ ഹിജ്റ 737 വഫാത്തായ പണ്ഡിതനാണ് ഇബ്നുൽ ഹാജ് റഹിമഹുല്ലാഹ്. ഏകദേശം 800ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനവറുകൾ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തി. എല്ലാ പണ്ഡിതന്മാരും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ബഹുമാനമുള്ള സ്ഥലം മദീനയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന സ്ഥലമാണ്. ഇത് മുസ്ലിം പണ്ഡിതന്മാർക്ക് തർക്കമില്ലാത്ത വിഷയമാണ്.